ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ വീണ്ടും ഒരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത ആ ഒരു വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഇന്നാണ് എൻ്റെ ഭായിയുടെ മാരേജ്. അപ്പോൾ പപ്പയും പപ്പയുടെ ബ്രദറുമാണ്. സോ നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഫുൾ ഡെക്കറേറ്റൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ പൂവൊക്കെ എറിഞ്ഞാണ് നമ്മളെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് കൈമാറുന്ന ഒരു ഹോളായിരുന്നു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നാസ്ത ചെയ്യാൻ വേണ്ടി അവിടെ ഓപ്പൺ ഏരിയയിലായിരുന്നു നാസ്തയ്ക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകുന്നത്. അതായത് എല്ലാത്തിനും ഓരോരോ ഹോളാണ്. മറ്റേ മെയിൻ കോഴ്സിനൊരു ഹോള്, ബ്രേക്ക്ഫാസ്റ്റിന് ഓപ്പൺ ഏരിയ, പിന്നെ പൂജ നടത്താൻ വേണ്ടി ഒരു ഏരിയ, മറ്റേ പൂമാല ഇടാൻ വേണ്ടി ഒരു സ്റ്റേജ്, ഫോട്ടോ എടുക്കാൻ ഒരു സ്റ്റേജ്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു ചടങ്ങാണ്. ചെക്കന് ഗിഫ്റ്റ് കൈമാറുന്നു. ചെക്കൻ എന്നിട്ട് ഓരോ ഗിഫ്റ്റും അത് കൊണ്ടുവന്നിട്ട് അമ്മയെ ഏൽപ്പിക്കുന്നു. ആ ഒരു ചടങ്ങാണ്. അപ്പോൾ ഇങ്ങനെ പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് മടി വെച്ചിട്ട് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കും. അതായത് നമ്മൾ പെണ്ണിൻ്റെ വീട്ടുകാരും കൊടുക്കും, പെണ്ണിൻ്റെ വീട്ടുകാർ കൊടുക്കണ ചടങ്ങാണ് ഇത്. നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും അവസാനമാണ്. സോ ഓരോ ഗിഫ്റ്റും വന്നിട്ട് അമ്മയെ ഏൽപ്പിക്കും. അതാണ് ഇവിടുത്തെ ചടങ്ങ്. ഇവിടെ ഓരോ ചടങ്ങുണ്ട്. അത് നമ്മുടെ ഇവിടെ കാണാത്ത പല ചടങ്ങും അവിടെ പോയി കാണാം. സോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. വെജാണെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡും സ്വീറ്റ്സും സലാഡ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു. ഇതാണ് പുറത്തുള്ള നമ്മുടെ റിസോർട്ടോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണം നടക്കുന്ന ഒരു റിസോർട്ട്. സോ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂംസൊക്കെ ഉണ്ട്. സോ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ടാണ് മമ്മി ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ജാക്കറ്റ് ഇടാൻ പറ്റില്ല, കാരണം എപ്പോൾ വേണമെങ്കിലും ഫോട്ടോ എടുക്കാൻ വിളിക്കും. അപ്പോൾ ജാക്കറ്റൊക്കെ എപ്പോഴും മാറുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഫ്രീ ആയപ്പോൾ ഞങ്ങൾ ഡാൻസ് കളിക്കാൻ വിചാരിച്ചു. ഇങ്ങനെ വലിയൊരു ഓപ്പൺ സ്പേസാണ്. അവിടെ ആ സ്റ്റേജിലാണ് പൂമാല ചെക്കനും പെണ്ണും ഇടുന്നത്. ആ നേരെ കാണുന്ന സ്റ്റേജിലാണ് ചെക്കനും പെണ്ണും ഒപ്പം നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഡാൻസ്. ആരും ഇല്ലായിരുന്നു, എല്ലാവരും പുറത്തേക്കായിരുന്നു, ഓരോ തിരക്കിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഡാൻസൊക്കെ കളിച്ചു. കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ കാരണം നമ്മൾ പാട്ടിടുന്നില്ല. ശരിക്കും എൻജോയ് ചെയ്ത ഒരു വെഡ്ഡിങ് ആണെന്ന് പറയാം. കുറേ നാളായി സ്വന്തം വീട്ടിലെ ഒരു കല്യാണം കൂടിയിട്ട് അതങ്ങനെ അടിച്ചു പൊളിച്ചു. അപ്പോൾ നമ്മൾ വ്ളോഗ് ഏറ്റവും ഷോർട്ടാക്കിയാണ് ഇടുന്നത്. അധികം ലെങ്ത് ആക്കിയാൽ കാണുന്ന നിങ്ങൾക്കും മടുപ്പാകും. പിന്നെ ഓരോ ആചാരങ്ങളും ചടങ്ങുകളും ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എൻ്റെ ചേട്ടൻ, എൻ്റെ പപ്പയുടെ സിസ്റ്ററിൻ്റെ ഫ്രണ്ട്, അതൊക്കെയാണ്. ഇവരെങ്ങനെയെന്ന് വെച്ചാൽ ആ പാട്ടിൻ്റെ മീനിങ് വെച്ചാണ് ഡാൻസ് കളിക്കുന്നത്. എനിക്കാണെങ്കിൽ നോർമൽ ഹിന്ദി ആണെങ്കിൽ ഓക്കെ, എനിക്ക് മനസ്സിലാവും. പക്ഷെ അല്ലാത്തയാണെങ്കിൽ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഈവൻ പപ്പയാണെങ്കിലും അവിടുത്തെ മീനിങ് വെച്ചൊക്കെയാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ വളരെ എൻജോയ് ചെയ്തൊരു ഡാൻസാണ്. അപ്പോൾ എൻ്റെ ലെഹങ്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ചേച്ചി സ്നേഹ ചേച്ചിയുടെ കല്യാണത്തിന് നൈറ്റ് ഡ്രസ്സാണ്. അത് 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പിന്നെ അത് വെയർ ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ആണെങ്കിൽ എന്നെ മറ്റ് ഡാൻസ് കളിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ റിയലി അത് എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാത്തിനും ഓരോരോ സ്പോട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബറാട്ട്. ഇത് നമ്മുടെ നേരത്തെ ഇട്ട വീഡിയോയിൽ നമ്മുടെ ഗ്രാമമാണ് ചുറ്റിക്കറങ്ങിയത്. ഇവിടെയാണെങ്കിൽ നമ്മുടെ പെണ്ണിൻ്റെ വീടിൻ്റെ അവിടെയാണ് ചുറ്റിക്കറങ്ങണത്. അപ്പോൾ എല്ലാവരും ഡാൻസ് കളിക്കും, അടിപൊളിയാണ്. ബാക്കിൽ കുതിരപ്പുറത്ത് നമ്മുടെ ചേട്ടനുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ ഡാൻസ് കളിച്ച് പോകും. അടിപൊളിയായിരുന്നു. ഇതൊക്കെ എൻ്റെ കസിൻസാണ്, അതായത് എൻ്റെ പപ്പയുടെ ചേട്ടൻ്റെ മോളുടെ ഹസ്ബൻഡും മോളൊക്കെയാണ്. അപ്പോൾ വളരെ വളരെ എൻജോയ് ചെയ്ത ഡാൻസാണ്. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലം നമ്മൾ 5-6 മണിക്കൂർ എടുത്ത് ഡാൻസ് കളിച്ചെത്താൻ. ഈ രാവിലെ 1 മണി 2 മണി ആയപ്പോഴാണ് നമ്മൾ ഡാൻസ് കളിച്ച് ഹാളിലെത്തിയത്. ഹാളിലെത്തിന് ശേഷം നമ്മളവിടെ റിബൺ കട്ടിംഗ് ഒക്കെ ഉണ്ട്. അതായത് ബ്രൈഡിൻ്റെ ഫാമിലി ഗ്രൂമിൻ്റെ ഫാമിലിനെ വെൽക്കം ചെയ്യുന്നു ബൈ റിബൺ കട്ടിങ്. ഇത് ഞാൻ റിബൺ കട്ടിങ് എല്ലാം ശേഷം എടുത്തൊരു വീഡിയോ ആണ്. ഇനിയാണ് നമ്മുടെ പെണ്ണ് ഇതുവരെ വന്നിട്ടില്ല. നമ്മളൊരു 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കല്യാണത്തിന് ഇതുവരെ പെണ്ണ് വന്നിട്ടില്ല. ഇപ്പോഴാണ് നമ്മുടെ ബ്രൈഡ് അനിഷു വന്നത്. ചേട്ടൻ വന്നിട്ട് ചേച്ചിയുടെ കൈ പിടിച്ച് സ്റ്റേജിൽ കയറ്റും. എന്നിട്ട് ആ താമരപ്പൂവില്ലേ, ആ മുട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് പതിയെ ആ പൂവ് ഇങ്ങനെ വട്ടം കറങ്ങും. ഓരോ കറക്കത്തിന് നമ്മുടെ താമരപ്പൂ പതിയെ വിടരും. അങ്ങനെ ഫുള്ളും വിടരുമ്പോഴാണ് അവർ നമ്മുടെ പൂമാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത്. കല്യാണം കഴിക്കുന്നത്, താലി കെട്ടുന്നത്, മംഗൾസൂത്രം ഇടുന്നത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണത് ഒരു 10 മിനിറ്റ് മുമ്പായിരിക്കും.
നമ്മൾ താലി കെട്ടുന്നത്. അപ്പം അതിന് മുന്നേ നമ്മൾ പൂമാലയിടും. അതിനുശേഷം സ്റ്റേജിൽ വന്നിട്ട് ചെക്കനും പെണ്ണുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫോട്ടോസ് എടുക്കും. അതിനുശേഷം അവർ ഫുഡ് കഴിക്കാൻ പോകും. അതിനുശേഷമാണ് പൂജ ഒരു കുറച്ച് മണിക്കൂറുകളുണ്ടായിരുന്നു. നമ്മളൊരു 4 മണിയായപ്പോൾ തന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയി. ചെക്കനും പെണ്ണും എത്തിയത് പിറ്റേ ദിവസം രാവിലെ 10 മണിക്കാണ്. തലേന്നൊരു ഉച്ചക്ക് പോയിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് 10 മണിക്കാണ് എത്തിയത്. ഭയങ്കര ഇവരൊക്കെ ആണെങ്കിൽ തണുപ്പത്ത് മാത്രമേ കല്യാണം വെക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഫുഡ് ചീത്താകാതിരിക്കാനും പിന്നെ അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ തണുപ്പാണ്. ഹെവി ഡ്രസ്സൊക്കെ അല്ലേ, അപ്പോൾ അവർക്ക് ചൂടെടുക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞ റീസൺസ്. അപ്പോൾ ഇങ്ങനെ കറങ്ങി കറങ്ങണ വരെ നമ്മൾ ഇങ്ങനെ ഓരോ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പാട്ടൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ കോപ്പിറൈറ്റിന് ഇഷ്യൂ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ പൂവൊക്കെ എറിയും. ചുറ്റിനും പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ആൾക്കാരിൽ നിന്ന് പൂവൊക്കെ എറിയും. അതിനുശേഷം കുറേ ചടങ്ങുണ്ട്. അതായത് കല്യാണത്തിന് പൂജയ്ക്ക് ഇരിക്കുമ്പോൾ ചേട്ടൻ എന്ത് ചെയ്യും, ഷൂ ഊരി വെക്കും. അപ്പോൾ പെണ്ണിൻ്റെ അനിയത്തി വന്ന് ഷൂ ഒളിപ്പിച്ച് വെക്കും. പൂജ എല്ലാം കഴിയുമ്പോൾ ചെക്കൻ വന്ന് ബാർഗെയിൻ ചെയ്താണ് ഷൂ മേടിക്കുന്നത്. അതേപോലെ റിബൺ കട്ടിങ്ങിൻ്റെ സമയത്ത് പെണ്ണിൻ്റെ അനിയത്തിമാർ പറയും ഇത്രയും പൈസ വേണമെന്ന് പറയും. അപ്പോഴാണ് കൊടുക്കുമ്പോഴാണ് റിബൺ കട്ട് ചെയ്യണത്. അങ്ങനെ ഭയങ്കര രസകരമായ കുറേ നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം അത്രയും ഒരു ക്രൗഡിൻ്റെ ഇടയിൽ പോയി എടുക്കുന്നത് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണത്. സോ ഫോട്ടോഗ്രാഫേഴ്സായിരുന്നു നമ്മുടെ കല്യാണം ഫുള്ളും ഭരിച്ചിരുന്നത്. അവർ പറയും അങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുക എന്ന്. അപ്പോൾ വളരെ അടിച്ചു പൊളിച്ചൊരു കല്യാണമായിരുന്നു ഗൈസ്. വളരെ മാച്ചിങ് ആയിട്ടുള്ള കപ്പിൾ തന്നെയാണ് എൻ്റെ ചേട്ടനും എൻ്റെ ചേട്ടത്തിയും. അവരിങ്ങനെ അവിടെ അങ്ങനെ കൈവെക്കും ഇങ്ങനെ കൈവെന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ചേട്ടൻ്റെ ഇട്ടങ്ങനെ ഷോളൊക്കെ എടുക്കാൻ നമ്മൾ മറന്നുപോയി. രണ്ടാമത് പിന്നെ വീട്ടിൽ പോയിട്ടാണ് ഈ ഷോളൊക്കെ എടുത്തത്. പിന്നെ ഞങ്ങൾ ചേട്ടനും ചേച്ചിയുടെ ഫോട്ടോയൊക്കെ എടുത്തു. ഇത് ചെക്കനും പെണ്ണും സ്റ്റേജിലേക്ക് കയറുമ്പോൾ ചെക്കൻ്റെ സിസ്റ്റേഴ്സാണ് ഈ ഡാൻസ് കളിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്തുണ്ടെങ്കിലും ഡാൻസ്, അങ്ങനെ അവയ്ക്ക് നാണവും നമുക്ക് ഇവിടുത്തെ പോലെ നാണമൊന്നുമില്ല. എല്ലാവരും ഡാൻസ് കളിക്കും. ഡാൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ നോർത്ത് ഇന്ത്യൻ മാരേജ്. അങ്ങനെ ഞങ്ങൾ ഡാൻസ് കളിച്ചു. ഞങ്ങളുടെ ന്യൂ കപ്പിൾസിനെ ഞങ്ങൾ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 10 മണിയായി ഗൈസ്. അങ്ങനെ പടക്കം പൊട്ടിക്കളുടെയും ഡോളിൻ്റെ കൊച്ചുകെട്ടാണ് ഞാൻ ഉണർന്നത്. അപ്പോൾ ചെക്കനും പെണ്ണും വന്നു. ചെക്കനും പെണ്ണും വന്നപ്പോൾ അവിടെയും കുറേ ആചാരങ്ങളൊക്കെ ഉണ്ട്. അതായത് ചെക്കൻ്റെ ഏറ്റവും ചെറിയമ്മ എന്ത് ചെയ്യും, പെണ്ണിൻ്റെ തലയിൽ ഒരു കയർ വെച്ച് കൊടുക്കും. ആ കയറിൻ്റെ പൊക്കത്തൊരു കുടം വെച്ചെടുക്കും. കുടത്തിനുള്ളിൽ വെള്ളം ഉണ്ടാവും, കുറച്ച് ലീവ്സൊക്കെ ഉണ്ടാവും, എന്തൊക്കെ പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. അത് വെച്ച് കൊടുക്കും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ താലവുമായിട്ട് നിൽക്കുന്നത് നമ്മുടെ എൻ്റെ ചേട്ടൻ്റെ അമ്മയാണ്. അപ്പം അതിലിങ്ങനെയാണ് നമ്മളിങ്ങനെ ആരതിയൊക്കെ ഒഴിയില്ലേ, അതേപോലെ. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് അവിടെ റിലേഷൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ പെണ്ണിൻ്റെ സൈഡാണെങ്കിലും ആണിൻ്റെ സൈഡാണെങ്കിലും എല്ലാവരുടെയും റിലേഷൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് നോർത്ത് ഇന്ത്യൻസ്. അവിടെ കിടക്കുന്ന കാറിൽ ഫുൾ റോസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തായിരുന്നു. ഇതിന് ശേഷം നമ്മുടെ ആൻറ്റി ഇങ്ങനെ ആരതി വെച്ച് ഉയ്യും. എന്നിട്ട് അതിലൊരു പൈസ എടുത്ത് ഉയ്യും. അവിടെ നമ്മൾ മറ്റേ സംഭവമൊക്കെ പൊട്ടിച്ചായിരുന്നു. അതെല്ലാം ഡോളിൻ്റെ ഒക്കെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് ശേഷം നമ്മൾ മൺകുടം കൊണ്ടുവരും. മൺകുടം വെച്ച് ചെയ്യും. അതിനുശേഷം എൻ്റെ പെണ്ണിൻ്റെ അമ്മ, അതായത് എൻ്റെ ആൻറ്റിയുടെ ബ്രദറിൻ്റെ മകനും വൈഫും വന്നിട്ട് മറ്റ് ഒലക്ക വെച്ച് ഇങ്ങനെ 3 പ്രാവശ്യം ഉഴിയും. അതിലെന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എനിക്ക് പ്രത്യേകമായിട്ടത് അറിയില്ല. ഞാൻ ജസ്റ്റ് കണ്ടത് മാത്രമേ ഉള്ളൂ. അറിയാത്ത കൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഉഴിയും. അങ്ങനെ പിന്നെ അവിടെ അതിനുശേഷം ചെക്കനെയും പെണ്ണിനെയും വീട്ടിൽ കയറ്റില്ല. സിസ്റ്റേഴ്സ് പറയും ഇല്ല പൈസ തരാണ്ട് വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ ഭയങ്കര രസകരമായിരുന്നു. അപ്പോൾ തന്നെ ചേച്ചി ഗൂഗിൾ പേയിൽ 2 ചേച്ചിമാർക്കും പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് വീട്ടിൽ കയറ്റിയത്. അപ്പോൾ അതൊക്കെ വീട്ടിൽ കയറ്റില്ലെന്നല്ല, അതൊക്കെ ഒരു ആചാരങ്ങളാണ്. അതിനുശേഷം മറ്റേ കുടത്തിൽ അരി തട്ടിയിട്ട് പിന്നെ ഒരു താലത്തിൽ കുങ്കുമൊക്കെ ഇട്ട് അതിൽ കാരി വെച്ചാണ് നമ്മൾ വീടിനകത്തേക്ക് കയറ്റുന്നത്. പിന്നെ പൂജാമുറിയിൽ പോയിട്ട് ചെക്കനും പെണ്ണിൻ്റെയും കൈ മഞ്ഞളിൽ മുക്കിയിട്ട് പൂജാമുറിയിൽ പതിപ്പിക്കും. അതിനുശേഷം അമ്പലത്തിൽ കൊണ്ടുപോകും. പിന്നെ മുഖം കാണിക്കൽ ചടങ്ങ്, പിന്നെ റിങ്സ് തപ്പിയെടുക്കൽ, അങ്ങനെ കുറേ ചടങ്ങുകളുണ്ടായി ഗൈസ്. അതിനൊന്നും ഞാൻ നിന്നില്ല. അപ്പോഴേക്ക് ഞാൻ അവിടെ നിന്ന് പറന്നു. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ എല്ലാവർക്കും ബൈ.